മാതൃഭൂമി എന്ന മലയാളത്തിൻ്റെ മഹത്തായ പ്രസിദ്ധീകരണത്തിൻ്റെ വേദിയിൽ സമ്മേളനത്തിൻ്റെ മുമ്പാകെ പറയുന്നു 2025 ഡിസംബർ 31 പൂർത്തീകരിക്കുന്നതിനിടയിൽ അവസാനത്തെ ദുരന്തബാധിതനും വീടുണ്ടാക്കി കൊടുക്കാതെ ചൊരമറങ്ങില്ല മലയാളം. അതാണ് ഈ കേരളം കൊടുക്കുന്ന ഉറപ്പ്. പക്ഷമില്ലാത്തവരുൾപ്പെടെയുള്ള 3.5 കോടി മലയാളം ഒരു മനസ്സായി ഒരു ഗവൺമെൻറ് ആകും. അതിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി നമുക്ക് പരിഹരിക്കാനാണ്. സാധാരണ നിലയിൽ നമ്മുടെ നാട്ടിലൊരു ദുരന്തം ഉണ്ടായാൽ ആളുകൾക്ക് കൊടുത്തുവിടുന്ന സാധാരണ പണമാണോ നമ്മൾ കൊടുക്കുന്നത്? ദേശീയ ദുരന്ത നിവാരണ നിധിയുണ്ട്, പിന്നെ നമുക്ക് കിട്ടുന്ന STRF എമൗണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിന് 15ാം ധനകാര്യ കമ്മീഷൻ്റെ ഭാഗമായി 291.20 കോടി ചൂരൽമല ഉണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് തരണ പൈസ. ആ പൈസയിൽ നിന്ന് ഏറ്റവും അവസാനം ഇറങ്ങിയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പനുസരിച്ച് കുന്നിൻ ചെരുവിലാണെങ്കിൽ 2 ലക്ഷവും സമതലത്തിലാണെങ്കിൽ 1,80,000 തകർന്നു പോയൊരു വീടിന് കൊടുക്കാവുന്ന സംഖ്യ. കേരളത്തിലൊരു മാറ്റമുണ്ട്. CMDRF കൂടി ചെലവഴിച്ചുകൊണ്ട് ഏതു ദുരന്തം ഉണ്ടായാലും ഭൂമി മേടിക്കാൻ 6 ലക്ഷവും വീട് വയ്ക്കാൻ 4 ലക്ഷവും കൊടുക്കും. ആ പണം കൊടുത്ത് ഒഴിവാക്കേണ്ടവരാണോ ചൂരൽമലക്കാർ? അല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തിനാണ് ഇത്രയും നേരം വൈകിയത്? കേരളത്തിലെ ഗവൺമെൻറ് സാധാരണ കൊടുക്കുന്ന ഭൂമി മേടിക്കാൻ 6 ലക്ഷവും വീട് വെക്കാൻ 4 ലക്ഷവും വേണ്ട അതിൻ്റെ ഇരട്ടി 20 ലക്ഷമോ കൊടുത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അവസാനത്തെ ദുരന്തബാധിതനും പണം കൊടുത്തയച്ചു എന്ന് പറഞ്ഞയക്കേണ്ട ഒരു ദുരന്തമല്ല ചൂരൽമലയിൽ ഉണ്ടായതെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങൾ. ആഗസ്റ്റ് 23 ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി നേരിട്ട് വന്ന് അവിടുത്തെ ഓരോ മനുഷ്യരോടും, ക്യാമ്പിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരോടും പുനരധിവാസത്തെക്കുറിച്ച് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ പുത്തുമലയിൽ നിന്ന് ചൂരൽമലയിൽ വന്നവരാണ്, അവിടെ ഞങ്ങളെ പകുതി പേരെ ദൈവം വിട്ടു, ഇപ്പോൾ ഞങ്ങളിലെ മഹാഭൂരിപക്ഷം പേരെയും ഞങ്ങളെ ദൈവം ഒറ്റപ്പെടുത്തി, ഇനി നിങ്ങളായി ഞങ്ങളെ ഒറ്റപ്പെടുത്തരുത്. അതൊരു ഹൃദയത്തിൽ തട്ടുന്ന വേദനയുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് എങ്ങനെയാണ് മറുപടി പറഞ്ഞത്? നമ്മൾ പറഞ്ഞു, നിങ്ങളെ ഒറ്റപ്പെടുത്തി വിടുന്ന പ്രശ്നമില്ല, കൈ കൊടുത്ത് തോട്ടഭൂമി മുറിച്ചു മാറ്റാൻ അനുവാദമില്ലാത്ത തോട്ടഭൂമിയിലേക്ക് ഇനി ഒരു കാലത്തും കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു കാലത്തും പണിയാൻ പോകാത്ത, ഒരു കാലത്തും നീതി ലഭിക്കാത്ത സ്ഥലങ്ങളിലേക്ക് പോകാനല്ല ഗവൺമെൻറ് തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് താമസിപ്പിക്കാൻ ഒരു ടൗൺഷിപ്പ്, കൂടുതൽ ആളുകളുണ്ടായാൽ 2 ടൗൺഷിപ്പ്. അതെവിടെ വേണം? അവിടെ ജന്മം കൊണ്ട സ്ഥലങ്ങളില്ല. 25 നമ്മുടെ പിന്നെ തോട്ടങ്ങൾ നമ്മൾ ലിസ്റ്റ് എടുത്തു. ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭൗമ്യശാസ്ത്ര സംഘം പോയി അതിൽ 9 ഇടങ്ങൾ സുരക്ഷിതമാണെന്ന് അറിയിച്ചു. ആ 9 ഇടങ്ങളിൽ ഏറ്റവും അടുത്തുള്ള നെടുമ്പാലയും എൽസ്റ്റോണും 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തു എന്ന് അങ്ങേക്ക് അറിയാമല്ലോ. ഒക്ടോബർ 4 ദുരന്തം നടന്ന 61ാമത്തെ ദിവസം കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തു. പക്ഷേ അത് കോടതിയിൽ കേസ് പോയി. കോടതിയിൽ കേസ് വിചാരണ കഴിഞ്ഞ് വിധി വരുന്നത് ഡിസംബർ 27 ഡിസംബർ 27 ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എന്ന പ്രഖ്യാപനം വന്ന് 4 ദിവസം കഴിയുന്നതിന് മുമ്പ് കേരളത്തിലെ ക്യാബിനറ്റ് അവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടൗൺഷിപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള മാതൃക ജനങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഏജൻസിയെ നിശ്ചയിച്ചു, കിഫ്കോൺ. അതിൻ്റെ പണിയെടുക്കേണ്ടവരെ നിശ്ചയിച്ചു, ULCC. അത് നയിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ഉപദേശക സമിതി. അവിടെ ഇത് നിയന്ത്രിക്കാൻ ഒരു സ്പെഷ്യൽ ഓഫീസർ. ഇനിയുള്ള പ്രശ്നം എന്താ? നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരുന്ന് തീരുന്നതിന് മുമ്പ് 1ാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. കരടല്ല, 1ാമത്തെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. നമ്മൾ സംസാരിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് 2ാമത്തെ ലിസ്റ്റിൻ്റെ കരട് വരും. എന്താണ് 2ാമത്തെ ലിസ്റ്റ്? 1ഉം 2ഉം 2 ഘട്ടങ്ങളിൽ നടപ്പിലാക്കുന്നതല്ല. ഞങ്ങൾ നിശ്ചയിച്ചു 2ഉം ഒരുമിച്ച് നടപ്പിലാക്കുന്നത്. പക്ഷെ 1 പൂർണ്ണമായി ദുരന്തത്തിൽ ഇടപെട്ട് വീട് നഷ്ടപ്പെട്ടവർ, 2 ജോൺ മത്തായി പറഞ്ഞതനുസരിച്ച് നോട്ട് ഗോ സോണിൽ ഉൾപ്പെടുന്നവർ. അതിലും തീർന്നില്ല, നോ ഗോ സോണിൽ ഉൾപ്പെടുന്നവരോട് ചേർന്ന് നിൽക്കുന്ന ഒറ്റപ്പെട്ടു പോകുന്നവർ, വഴിയില്ലാത്തവർ, ഒറ്റപ്പെടുന്നവർ, അവരെ കൂടി 2ാമത്തെ ലിസ്റ്റ് ഉൾപ്പെടുത്തുകയാണ്. ആർക്കൊക്കെ വീട് കൊടുക്കും? അവിടെ താമസിച്ച സ്ഥിരം വീടുള്ളവർക്കല്ല, വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വീട് കൊടുക്കും. അവിടെ ലയങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും വീട് കൊടുക്കും. ഞാൻ ഉറപ്പിച്ച് ഈ സമ്മേളനത്തിൻ്റെ മുമ്പാകെ പറയുന്നു, 2025 ഡിസംബർ 31 പൂർത്തീകരിക്കുന്നതിനിടയിൽ അവസാനത്തെ ദുരന്തബാധിതനും വീടുണ്ടാക്കി കൊടുക്കാതെ ചൊരമറങ്ങില്ല മലയാളം. അതാണ് ഈ കേരളം കൊടുക്കുന്ന ഉറപ്പ്. ഇതിലൊരു പ്രശ്നമുണ്ട്, നാം കാണേണ്ട പ്രശ്നം. 750 കോടി രൂപ ഇന്ന് പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, 2 സ്ഥലങ്ങൾ ഏറ്റെടുത്തു. അവിടുത്തെ സർവേ പൂർണ്ണമായി. നമുക്ക് ജനുവരിയിൽ അവസാനം ഞങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ഒക്ടോബർ 4 സ്ഥലം ഏറ്റെടുക്കുന്ന ഘട്ടത്തിലാണ്. പക്ഷേ നവംബർ ഡിസംബർ 2 മാസക്കാലം ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിലതിരുന്നു. എനിക്കറിയാൻ സമയം കഴിഞ്ഞുവെന്ന്. 2 മാസക്കാലം അതിരുന്നു. ആ 2 മാസക്കാലത്തൊരു വ്യത്യാസം ഉണ്ടാകും. ഒരു പേടിയും പേടിക്കണ്ട. ഒറ്റ പ്രശ്നമേ ഈ മാതൃഭൂമി എന്ന മലയാളത്തിൻ്റെ മഹത്തായ പ്രസിദ്ധീകരണത്തിൻ്റെ വേദിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്താനുള്ളൂ. 5 മാസക്കാലം വൈകി കേന്ദ്ര ഗവൺമെൻറ്
എങ്കാണ് ഇത് അതിതീവ്രമായ ദുരന്തം, ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചർ, ഇത് പറയാൻ 5 മാസം വൈകി. ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറിൽപ്പെട്ട ഒരു പ്രദേശത്തെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ ബഡ്ജറ്റിൽ ഒരു പൈസയും വെക്കണ്ട, ഒരു പൈസയും വേണ്ട, ഒരു പൈസയും ഞങ്ങൾക്ക് തരണ്ട. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു യോഗം കൂടി ഈ 3 വാർഡിലെ ദുരന്തബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാമെന്ന് തീരുമാനിച്ചാൽ മാത്രം മതി. ഇത് ആര് കൊടുത്തുറപ്പാണ്? 2005 എല്ലാ രാഷ്ട്രീയക്കാരും അടങ്ങുന്ന ഇന്ത്യയുടെ പാർലമെൻറ്റ് പാസാക്കിയ ദുരന്ത നിവാരണ നിയമത്തിൻ്റെ സെക്ഷൻ 13 പറയുന്നു, നിങ്ങൾക്ക് ഈ റൈറ്റ് ഉണ്ട്, നിങ്ങൾ ഉപയോഗിച്ചാൽ ഒരാൾക്കും എതിർക്കാൻ പറ്റില്ല, ഒരു ബാങ്കിനും ഒരു കോടതിയിലും പോകാൻ പറ്റില്ല. ആ കടം എഴുതി തള്ളണമെന്ന് മാത്രമല്ല, ഈ മേപ്പാടിയിലെ പാവപ്പെട്ട ദുരന്തബാധിതർക്ക് ജീവനോപാധിക്ക് വേണ്ടി ഒരു പുതിയ സ്ഥാപനം തുടങ്ങാനുള്ള ലോണും കൊടുക്കണം. കേരളം ചെയ്തു ആ ഒരു ചോദ്യം ചോദിക്കാം. കേരളത്തിന് ആകെയുള്ള ബാങ്ക് കേരള ബാങ്കാണ്. കേരള ബാങ്ക് ആ 3 വാർഡിലെയും മുഴുവൻ ആളുകളുടെയും കടം എഴുതി തള്ളി. ദേശസൽകൃത ബാങ്കിൽ കേരളത്തിന് ഇടപെടാൻ പറ്റില്ല. SLBCയിൽ കേരളം ഇത് ആവശ്യപ്പെട്ടു, അവർ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. ആ റൈറ്റ് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ, ഇനി കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായി അങ്ങ് കേരളത്തെ തള്ളിയാലും ഡിസംബർ 31 മുമ്പ് അവസാനത്തെ ദുരന്തബാധിതനും വീടണയും എന്ന് മാത്രമല്ല, സമഗ്രമായൊരു പുനരധിവാസ പാക്കേജ്. അവിടെ നമുക്കറിയാം 600 ജീപ്പ് ഉടമകളാണ്, ജീപ്പ് ഡ്രൈവർമാരാണ്. ഇനി ചൂരന്മലയിലേക്ക് സ്വപ്നയോഗത്തിലേക്ക് സൂര്യാസ്തമയം കാണാനും സൂര്യോദയം കാണാനും കൊണ്ടുപോകാൻ ജീപ്പിൽ ആൾ കയറില്ല. അവരെ പുനരധിവസിപ്പിക്കണ്ടേ, കടകളെ പുനരധിവസിപ്പിക്കണ്ടേ, വെള്ളാർമല സ്കൂൾ പുതുക്കി പണിയണ്ടേ, ആ റോഡുകൾ നമുക്ക് തിരിച്ചു പിടിക്കണ്ടേ? എല്ലാം സാധ്യമാകും. അതിന്1 വർഷക്കാലത്തെ കാലയളവ് ഈ കാരണം ആവശ്യപ്പെടുന്നു. ആ 1 വർഷക്കാലത്തിനിടയിൽ സർക്കാർ എന്ന് ഇവിടെ പറയുമ്പോൾ 99 പേരുടെ ഭൂരിപക്ഷത്തെക്കുറിച്ചല്ല, 41 പേരുടെ പ്രതിപക്ഷത്തെക്കുറിച്ചുമല്ല, പക്ഷമില്ലാത്തവരുൾപ്പെടെയുള്ള 3.5 കോടി മലയാളം ഒരു മനസ്സായി ഒരു ഗവൺമെൻറ് ആകും. അതിൽ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായി നമുക്ക് പരിഹരിക്കാനാകും.